സ്വാഗതം. ആദ്യം പറയാൻ പോകുന്നൊരു അപകടക്കാഴ്ചയാണ്, പക്ഷേ രക്ഷപ്പെട്ട കാഴ്ചയാണ്. നമ്മൾ വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. പക്ഷേ പലതും ചിലതിൽ നിന്നൊക്കെ നമ്മൾ എന്താ പറയുക, തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അങ്ങനെ വിനോദസഞ്ചാരികളും പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തന്മാരും ഒക്കെ ഒരുപാട് സഞ്ചരിക്കുന്ന ഒരു റൂട്ട്, അവിടെയാണ് വാഹനങ്ങൾ കടന്നുപോയതിന് തൊട്ടു പിന്നാലെ ഈ പാറക്കെട്ടുകൾ അടർന്നു വീണത്. ഇടുക്കി പീരുമേടിന് സമീപം കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലാണ് ഈ അപകടം. കഷ്ടിച്ച് ആളുകൾ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ദൃശ്യങ്ങളിലാണ്. നന്ദുഷ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. നന്ദു, വാഹനങ്ങൾ കടന്നു പോകുന്നു, തൊട്ട് സെക്കൻഡുകളുള്ളൂ, അപ്പോഴത്തേക്കും അത് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് വലിച്ചെറിയുന്നത് പോലെയാണ്. അത്രയും അപകടകരമായ ഒരു സ്ഥലമായിരുന്നു അത്. ദിവീഷ്, ഇത് കണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളും പേടിച്ചിരിക്കുകയാണ്. കാരണം ഈ വാർത്താശേഖരണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് ഇവിടെ അത്യാവശ്യം മഴ പെയ്തിരുന്നു. ആ മഴയുടെ ഭാഗമായി മലമുകളിലുണ്ടായ ഈ നനവും കാര്യങ്ങളുമൊക്കെയാണ് ഈ പാറ ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് തോന്നുന്നത്. ഏതായാലും ദൃശ്യങ്ങൾ വളരെയധികം ഭയപ്പെടുത്തുന്നതാണ്. കാരണം വാഹനങ്ങൾ കടന്നുപോയി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് ഈ ദിവീഷ് പറഞ്ഞ പോലെ തന്നെ പാറ ആരോ എടുത്ത് എറിയുന്നത് പോലെ നിലത്തേക്ക് കൂറ്റൻ പാറക്കല്ലുകൾ പതിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. ഇരുചക്ര വാഹനയാത്രികൾ ഉൾപ്പെടെ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു പാതയാണിത്. ഇത് ശബരിമല തീർത്ഥാടകരും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് സീസൺ ആയതിനാൽ നല്ല തിരക്കാണ് ഈ പാതയിലുള്ളത്. അതോടൊപ്പം തന്നെ സമീപത്തെ തേക്കടി ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം എത്തുന്ന സഞ്ചാരികൾ അവരുടെ വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന ഒരു പാതയാണിത്. അതോടൊപ്പം തന്നെ തോട്ടത്തൊഴിലാളികളെയും കൊണ്ട് രാവിലെ തോട്ടങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളുമെല്ലാം ഏതാണ്ട് ഇതേ സമയമൊക്കെ തന്നെയാണ് ആ വാഹനങ്ങൾ പാത വഴി കടന്നു പോകുന്നത്. വളരെയേറെ അത്ഭുതകരമായി കുറേ ആളുകൾ രക്ഷപ്പെട്ടു, പരിക്കേൽക്കാതെ അല്ലെങ്കിൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ട് പറയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന വഴിയുമൊക്കെ തന്നെ ഇതായിരുന്നു. ഏതാണ്ട് ഈ സമയത്തോടെയാണ് ഞാൻ ആ പാത വഴി വന്നത്. എന്തായാലും ഇനി ആ വഴിയിലൂടെ ഒക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാരണം അപകടമാണ്. എന്തായാലും രക്ഷപ്പെട്ടു ആളുകൾ. ഇപ്പോൾ ഇത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് വയനാട്ടിൽ ഈ പാറ ഇങ്ങനെ തെന്നി വന്ന് ഒരു ബൈക്കുകാരൻ അപകടത്തിൽപ്പെടുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി നന്ദുഷ.